ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആണ്. ഇന്ന് നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചിൽ ഔട്ട്. പിന്നെ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. എന്തൊക്കെ മേടിക്കുമെന്നൊന്നും എനിക്ക് പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ചോക്ലേറ്റ്സ്, പിന്നെ എന്തെങ്കിലും ഡ്രസ്സ്, പെർഫ്യൂംസ്, അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. എന്തായാലും മാളിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ മാളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ അപ്പക്കും അമ്മക്കും സ്റ്റെനിനും അമ്മാമ്മക്കും എനിക്ക് 4 പേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനാണ് പോകണം. ജേഡിയിലൊന്ന് കയറണം. ഒരു ഷൂ, രണ്ട് മൂന്ന് ഷൂസ് നോക്കണം. പ്രൈമാർക്കിന്നായിരിക്കും നമ്മൾ ഡ്രസ്സ് എടുക്കാം. യെസ്, കം വിത്ത് മീ. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് ഷോപ്പിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഒരു സൺഗ്ലാസ് എടുക്കാൻ വേണ്ടി വന്നേക്കണേ. ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു സാധനം ഗിഫ്റ്റ് ചെയ്യണേ. അപ്പം കുറേ നാളായി പറയുന്ന ഒരു റൈബാൻ്റെ ഗ്ലാസ് വേണം. ഞാനത് എനിക്ക് ഇതെടുത്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ മോഹൻലാലിലേക്ക് കണ്ടിട്ട് ആ ഒരു സ്റ്റൈല് ഇഷ്ടാവുമെന്ന് പറഞ്ഞുകൂടാ. സർപ്രൈസ് ഗിഫ്റ്റ് ആണല്ലോ. അപ്പൻ്റെ റിയാക്ഷൻ ഞാൻ എടുത്തിട്ട് ആഡ് ചെയ്യണം. ഇത് തന്നെ നോക്കാം. ഇത് വേണം. ഇതിലിങ്ങനെ സാധനം ട്രൈ ചെയ്ത് നോക്കാം. നിൽക്കുന്നത് സ്പോർട്സ് ഡയറക്റ്റിലാണ്. ഇവിടെ കുറേ നൈസ് കളക്ഷൻസ് ഉണ്ട്. ഞാനപ്പോൾ ഒരു 2-3 ഷൂസ് എടുക്കാന്നുള്ള പ്ലാനിലാണ് വന്നിരിക്കണേ. അറിയില്ല, കുറേ നൈസ് കളക്ഷൻസ് ഉണ്ട്. ഇത് നൈസാണ്. ഇതെൻ്റെ അനിയൻ സ്റ്റേനിമോന് വേണ്ടിയിട്ട് ഞാൻ നോക്കുവാണ്. ഓ, ഇത് ആട്ടെ അല്ലേ, ഇതെടുത്താലോ. എടുത്ത് നെക്സ്റ്റ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കണേ സെയിൽസ്ബറി. അപ്പോൾ കുപ്പി എടുക്കാൻ പോവാണ്. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് വന്നേക്കണേ കാണിച്ചു തരാം. നജീവ്, ജെയിംസ് രണ്ടുപേരും കൂടി ഓൺ ദി വേ ആണ്. യെസ്, എന്തെടുക്കും, എന്ത് വേണം നിങ്ങൾക്ക്? എടാ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കുപ്പി. മാസ്റ്റർ പുതിയ ക്രീം ഇറക്കിയിട്ടുണ്ട്. പുതിയ ക്രീം ഇത് വളരെ നല്ല കുപ്പിയാണ്. 40% ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. കവേഴ്സിയർ ആണ്. ഞങ്ങളുടെ ബാർടെൻഡർ ആണ്. ചൂടാക്കി കഴിക്കണേ. ചൂടാക്കിയ അത് ഗ്ലാസ് എന്താണെന്ന് വെച്ചാൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഈ ഒഴിക്കണ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ് ഇങ്ങനെ ചൂടുവെള്ളം, ആ ആവി വന്ന രീതിക്ക് അതിൽ കുറച്ച് കവേഴ്സിയർ ഒഴിച്ച് ആ ആവി ഇങ്ങനെ സ്റ്റീം പിടിച്ചിട്ട് നേരിയ ചൂടുവെള്ളം ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കാം. നീ എടുത്തേക്കുന്ന കുപ്പി കാണിച്ചേ. ഇത് 2 എടുക്കട്ടെ. ഇത് ക്രാക്കൻ ബ്ലാക്ക് സ്പൈസ് ഫ്രം ഡാർക്ക് കാരമൽ ഫ്ലേവർ. ഇത് ഇന്ന് അടിച്ചിട്ട് ഇതിന്റെ റിവ്യൂ ഞങ്ങൾ ഇന്ന് പറയും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഇവിടെ കഴിയുവാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണത് കേംബ്രിഡ്ജിലോട്ടാണ് ഒരു ഫ്രണ്ടിനെ കാണാൻ. ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. നമ്മൾ കത്തിക്കടിച്ച് വൈബൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ കുറേ സമയം തിന്നു. അവിടെ നിന്ന് നേരെ ഒരു പ്രോട്ടീൻ ബാർ മേടിച്ച് വെച്ച് പോവാണ്. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ഉച്ചയ്ക്ക് 3 മണി 4 മണിയായി. അതിൻ്റെ ഇടയിൽ വണ്ടി നമുക്കൊരു പണി തന്നു. അതിൻ്റെ ഓയിൽ കഴിഞ്ഞു. പിന്നെ ഓയിൽ മേടിച്ചു, ഓയിൽ ഒഴിച്ചു, അതിൻ്റെ ഇടയിൽ ക്യാപ്പ് പൊട്ടി, ബ്ലാ 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 എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇതേ പോവാണ്. ഓൾമോസ്റ്റ് ഒരു 80-85% ആൾക്കാരും എന്നോട് ചോദിച്ചിരിക്കണം ആര് UK ചെന്നിട്ട് ആൺപിള്ളേരാണല്ലോ, ആൺപിള്ളേരുടെ കൂടെ ഉള്ള മൊത്തം കറക്കവും ഇതെല്ലാം. എനിക്കറിഞ്ഞൂടാ, നാട്ടിൽ എനിക്ക് കൂടുതൽ ഗേൾസ് ഗ്യാങ് തന്നെ ആയിരുന്നു. അപ്പോഴും ഞാനിത് കേട്ടിട്ടുണ്ട്, ഓ ഇങ്ങനെ നടക്കുക അഴിഞ്ഞാടി എന്നൊക്കെ. ബട്ട് ഐ ഡോണ്ട് കെയർ. ഇവരൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണെന്ന് തന്നെ പറയാം. നാട്ടിൽ നിന്നൊക്കെ ഇത്ര മാറി ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഫ്രണ്ട്സും കൂടി ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതിൽ ഇപ്പോൾ ഒന്ന് വയ്യടാ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാടാ, അല്ലെങ്കിൽ ഒരു ഓഫ് ഡേ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആകെയുള്ളൊരു സന്തോഷം. നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ അബ്രോഡ് ഇങ്ങനെയൊന്നുമല്ല. വർക്ക് ഒരു 6 ദിവസം പണിയെടുത്താൽ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഇങ്ങനെ. ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നേരെ അവിടെ നിന്ന് മെഗ്ഡി പോയി. എല്ലാവരെയും വിശന്ന് ചത്തിരിക്കണമായിരുന്നു. രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ 6 മണിയായി. അവിടെ നിന്ന്
ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ അവിടെ എത്തി, കേംബ്രിഡ്ജ് എത്തി. ഗായ്സ് ഞങ്ങൾ എവിടെ എത്തി? കേംബ്രിഡ്ജ്. യെസ്. ആൻഡ് ഗായ്സ്, കേംബ്രിഡ്ജ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സിറ്റീസ് ഇൻ ഇംഗ്ലണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ ഓൾഡ് ബിൽഡിങ്സ് എല്ലാം എന്ത് രസമല്ലേ. അവിടുത്തെ മ്യൂസിയംസ് ആയാലും ഇതൊക്കെ യൂണിവേഴ്സിറ്റീസും മാർക്കറ്റ്സും ഫുഡ് പാർക്സും സൈക്ലിങ്ങും ഈച്ച് ആൻഡ് എവ്രിത്തിങ് ഭയങ്കര രസമാണ് കാണാൻ. നമ്മൾ നെക്സ്റ്റ് അവിടെ നിന്ന് പോണത് ന്യൂട്ടൻ്റെ ആപ്പിൾ കാണാനാണ്. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഇതാണ് ന്യൂട്ടന്റെ ആപ്പിൾ ട്രീ. സ്ഥാനം കൊണ്ട് ഇവിടെ ഇരുന്നപ്പോഴാണ് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വന്ന് വീണ് പുള്ളിക്ക് എന്തുകൊണ്ടാണ് ആ ആപ്പിൾ വീണത് എന്നറിയാത്തതുകൊണ്ട് കണ്ടുപിടിച്ച് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നിലത്ത് കാലുകുത്തി നടക്കുന്നത്. അതെ സത്യം. അവര് ആ മരത്തുനിന്ന് ഒരിത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച കാരണം ദിസ് ഇസ് ദ കോളേജ് സ്റ്റഡീഡ്. ഓ ഈ കോളേജിൽ ന്യൂട്ടൺ പഠിച്ച. അവിടുത്തെ കത്തിവെപ്പൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അവിടുത്തെ പടിയായി. നാളെ രാവിലെ കുറേ പേർക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും ഷിഫ്റ്റ് ഉണ്ട് രാവിലെ 7 മണിക്ക്. സോ ഇതിപ്പോൾ സമയം രാത്രി 8 മണിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.